അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് വെക്കാൻ പറ്റിയില്ല, കാരണം പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പൂച്ച ഇതെല്ലാം തള്ളിയിടും. പുൽക്കൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിരിക്കും എന്നെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെച്ചില്ല. ഈ പ്രാവശ്യം വീട് മാറി, പിന്നെ പൂച്ചയില്ല. പൂച്ചയുടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പൂച്ച. ഈ പൂച്ച ഉണ്ടായിരുന്നതുകൊണ്ട് ആ വീട്ടിൽ ക്രിസ്മസ് ട്രീ ആ പ്രാവശ്യം ഒരിക്കലും ബാക്കിയുള്ള എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പൂച്ചയില്ല, അതുപോലെ വീടും മാറി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാൻ വിചാരിച്ചു. ഇത് അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ഫ്രണ്ട് ഏരിയ അങ്ങനെ ഇല്ല. അപ്പം ഞാൻ വിചാരിക്കണു ഒന്നെങ്കിൽ ഈ തൂണിൻ്റെ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വയ്ക്കാൻ വിചാരിക്കണം. അതാകുമ്പം ആരെങ്കിലും കയറി വരുമ്പോൾ ഡോറയിൽ ഇങ്ങനെ കാണാമല്ലോ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ, ഒന്നെങ്കിൽ ഈ ടി വിയുടെ ഇവിടെയായിട്ട് ക്രിസ്മസ് ട്രീ. ടി വിയുടെ ഇവിടെ ആണെങ്കിൽ കണക്ഷൻ കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷേ കണക്ഷൻ ഇവിടെ ഇല്ല. ഈ ഒരു തൂണിൽ കണക്ഷനൊക്കെ കൊടുക്കണമെങ്കിൽ വയറൊക്കെ വലിച്ച് കൊടുക്കണം, ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഒന്നും അറിയണ്ട, ഇവിടെ പ്ലഗ് പോയിൻ്റൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെയും കുഴപ്പമില്ല, ഇവിടെ സ്വിച്ച് ബോർഡുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെക്കണം എന്നിതൊരു തീരുമാനിച്ചില്ല. എന്നാൽ ക്രിസ്മസ് ട്രീ കൊടുക്കണം ഈ പ്രാവശ്യം. അപ്പോൾ സാധനങ്ങൾ എല്ലാ പ്രാവശ്യം ഒരു 3-4 വർഷം മുന്നേ വാങ്ങിച്ച സാധനങ്ങൾ തന്നെയാണ് ഉള്ളത്. ക്രിസ്മസ് ട്രീ ഒരുക്കാൻ അങ്ങനെ A to Z കാര്യമൊന്നും അങ്ങനെ ഇപ്പോൾ വാങ്ങുന്നില്ല. കാരണം ഒരു 3-4 വർഷം മുന്നേ ക്രിസ്മസ് ട്രീ വാങ്ങിച്ചു, അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു, എല്ലാം ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് എല്ലാ വർഷവും റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പം അത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഓരോ വർഷം അതിൽ നിന്ന് എന്തെങ്കിലും ഡെക്കറേഷൻ ഐറ്റങ്ങൾ കളറ് പോവും, ഇല്ലാണ്ടാവും. പിന്നെ അങ്ങനെ കൂടുതലും കളറാണ് പോകുന്നത്. കാരണം സിറ്റ് ഔട്ടിലാണ് കൂടുതലും വെച്ചിട്ടുണ്ട്, പുറത്താണ് വെച്ചത്. അപ്പോൾ വെയിലടിച്ച് കുറേ സാധനങ്ങൾ കളർ ഫെയ്ഡായി, പിന്നെ ചിലത് ഇല്ലാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ ഡെക്കറേഷൻ ഐറ്റങ്ങൾ കുറച്ച് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വേറെ ഒന്നും വാങ്ങുന്നില്ല, ഒരുപാട് പർച്ചേസ് ഒന്നുമില്ല. കുറച്ച് ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കുറച്ച് ഒന്ന് എക്സ്ട്രാ വാങ്ങാം, അപ്പോൾ ഒന്ന് ഫില്ലാവും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, പിന്നെ എല്ലാം ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഇരിക്കുന്നതിൽ തന്നെ ഒരുപാട് കളർ പോയതൊക്കെയാണ്. പിന്നെ കുറേയൊക്കെ അതിൽ ഹാങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പോയി കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഒന്ന് സെറ്റാക്കാം, അപ്പോഴത്തേക്കൊന്ന് ഫില്ലാവുമല്ലോ. പിന്നെ ലൈറ്റൊക്കെ ചിലതൊക്കെ ഇല്ലാതായി, പക്ഷേ ഉള്ള ലൈറ്റ് കത്തിയില്ലെങ്കിൽ പുതിയത് വാങ്ങാം, ഇല്ലെങ്കിൽ ആ ഉള്ളത് തന്നെ വയ്ക്കാം. ഓക്കെ, അപ്പം എണീറ്റതേ ഉള്ളൂ. ഇനി കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഓക്കെ, ഇന്നലെ ഒരു സാധനം മേടിച്ചായിരുന്നു. അതായതാണ് സംഭവം. ഞാൻ കരുതി നമ്മളെ ഓട്സൊക്കെ പോലത്തെ ഒരു സാധനമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു വാങ്ങിച്ചു. അപ്പം ഇത് പടത്തിൽ കൊടുത്തേക്കെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ എനിക്കിഷ്ടം പാലിങ്ങനെ ഒഴിച്ചിട്ട് പാലിങ്ങനെ കിടക്കണം, നമ്മൾ ഈ ഓട്സൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു സംഭവമായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പോകും. പാലിൽ ഒഴിച്ച് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ പാലൊക്കെ തിളച്ചു, പാലൊന്ന് തണുക്കാൻ വെച്ചു. ഒരു ബൗൾ, സ്പൂൺ ഇത് പൊട്ടിക്കാൻ. ഇതാണ് ഈ സാധനം. ചുമ്മാ അത് നോക്കട്ടെ. ചുമ്മാ തന്നെ നോക്കാം. ആദ്യം പറഞ്ഞ പാല് ചെയ്ത് കുറച്ച് തേനും കഴിച്ചാൽ സൂപ്പറായിരിക്കും. കഴിച്ച് ടി വിയും കാണാം. അപ്പോൾ
അത് കഴിച്ചിട്ട് വരാം. ഓക്കെ. ചെയ്ത് തീർക്കാൻ കുറച്ച് വർക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിലത്ത് പോകാൻ പാടായതുകൊണ്ട് പിന്നെ കുറച്ച് വൈകിട്ട് പോവാം. അങ്ങനെ ഇപ്പോൾ സമയം 4:30. ഈ സമയത്തൊക്കെ പോവാം. കുറച്ച് ഷോപ്പിംഗ് ഒന്നും ഒരുപാടില്ല. കുറച്ച് ക്രിസ്മസ് ഐറ്റം, കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് കുറച്ച് വാങ്ങണം. ക്രിസ്മസ് ട്രീ വെക്കണം. ഓക്കെ, അപ്പോൾ പോവാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നമുക്കിനി ക്രിസ്മസ് ഡെക്കറേഷൻ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ പോവാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പോവാം. ഓക്കെ, ബാ. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. 13 ഏകദേശം അത്ര ഉണ്ടാവും. സിറ്റിയിലാണല്ലോ പോകുന്നത്, അപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ വയ്ക്കാൻ പാടായിരുന്നു, കാരണം അവിടെ ഫുള്ളായിരുന്നു ഏകദേശം. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി. എനിക്ക് സത്യം പറഞ്ഞൊരു ബെഡ്ഷീറ്റും കൂടെ എടുക്കാനുള്ളൊരു പ്ലാനിങ് കൂടി ഉണ്ട്. കാരണം എൻ്റെ ഒരു ബെഡ്ഷീറ്റ് കീറിയായിരുന്നു. പിന്നെ വർഷങ്ങളായി. പിന്നെ അതുകൊണ്ട് ഒരെണ്ണം വാങ്ങണം നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡെക്കറേഷൻ്റെ സെറ്റിലോട്ട് പോയി. ഞാൻ വിചാരിച്ച പോലത്തെ ഒരു എമൗണ്ട് അല്ല. സാധാരണ ഞാനിവിടെ നിന്ന് ഫസ്റ്റ് വാങ്ങിയ സമയത്തൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു. അതാണ് ഞാൻ ഒരുപാട് വാങ്ങിയത്. ഫസ്റ്റ് ട്രീ വാങ്ങിച്ചത് ഇവിടെ തന്നെയാണ്. ട്രീയിലിടാനുള്ള സാധനങ്ങൾ വാങ്ങിയത് ഇവിടെ തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റ്. അന്ന് വാങ്ങിയപ്പോഴൊക്കെ വളരെ വിലക്കുറവായിരുന്നതുകൊണ്ടാണ് ആ ട്രീ വാങ്ങിയപ്പം ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ പിന്നെ ഏകദേശം ഒരു 5 വർഷത്തോളം കഴിഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ റേറ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിക്ക് ഉള്ളത് തന്നെ ഭയങ്കര റേറ്റ്. ഞാൻ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അഥവാ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ സ്ഥലത്തു നിന്ന് വാങ്ങാം. ഇനി എന്തായാലും ഇവിടെ എന്തായാലും പറ്റില്ല. അങ്ങനെ പുതിയ ഐറ്റങ്ങളൊക്കെ ജസ്റ്റ് എടുത്ത് നോക്കി. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നല്ല റേറ്റ്. പിന്നെ ആകെ ഇത് മാത്രമാണ് 20 രൂപയ്ക്ക് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാൻ 1 അല്ല 2 എണ്ണം വാങ്ങി. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. ട്രീയിലിടാനുള്ള സാധനങ്ങൾ നോക്കിയല്ലേ വന്നത്. പിന്നെ ലൈറ്റ് സെക്ഷനിലോട്ടൊക്കെ ജസ്റ്റ് പോയി നോക്കിയായിരുന്നു. കാരണം അഥവാ ലൈറ്റ് കംപ്ലൈൻ്റ് ആണെങ്കിൽ റേറ്റൊക്കെ നോക്കാമെന്ന് എഴുതിയിട്ട്. പിന്നെ ക്രിസ്മസ് ട്രീയും ഒക്കെ ജസ്റ്റ് വെറുതെ നോക്കി. ക്രിസ്മസ് ട്രീ എന്തായാലും വാങ്ങുന്നില്ല, ഓൾറെഡി ഉണ്ടല്ലോ. അങ്ങനെ പുതിയ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ഒരു സൈഡിൽ തന്നെ റേറ്റ് കുറവുള്ളതും നല്ല ക്വാണ്ടിറ്റി ഉള്ളതൊക്കെ ചുമ്മാ ഓരോന്ന് എടുത്ത് നോക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ ബഡ്ജറ്റിന് വരുന്ന മാത്രം എടുത്തു. സത്യം പറഞ്ഞാൽ ഒരു 3-4 പാക്കറ്റ് മാത്രമേ വാങ്ങിയുള്ളൂ. ഒരുപാട് അങ്ങനെ ഒന്നും വാങ്ങിയില്ല. കാരണം എനിക്ക് അതൊരു ലാഭമായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ എടുത്ത ബെഡ്ഷീറ്റ് ഇതാണ്. ആദ്യം ഇതെടുത്തെങ്കിലും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പച്ചയാണ്. ഈ പച്ച വാങ്ങാനായിരുന്നു കുറച്ചും കൂടെ താല്പര്യം. പക്ഷെ പച്ച ഒരു പീസേ ഉള്ളൂ. അത് ഇരിക്കുന്നതാണെങ്കിൽ അഴുക്കുമുണ്ട്. അങ്ങനെ പിന്നെ ഓരോന്നൊക്കെ എടുത്ത് നോക്കിയെങ്കിലും ആ ഫസ്റ്റ് കാണിച്ച ആ ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് വാങ്ങിയത്. ഇതാണ് പിന്നെ വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ അപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കിയതാണ്. കാരണം ഇത് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് കിച്ചൺ സാധനങ്ങളും അല്ലാണ്ട് ഹോം ഡെക്കറേഷൻ സാധനങ്ങളും എല്ലാം മിക്സഡാണ്. ഇത് കേട്ടോ, പുട്ട് തള്ളിയിടാനുള്ള കുഴൽ. പിന്നെ ഞാൻ ആദ്യം ഞാൻ എടുത്തത്. കാരണം കുക്കറി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് ഇവിടെ വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തായിരുന്നു. പക്ഷേ ഇത് ഇൻഡക്ഷൻ കുക്കറിലാവില്ല എന്ന് പിന്നെ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് വാങ്ങി. ഇതിൻ്റെ വേറെ സൈസിലുള്ളതും വേറെ വെയിറ്റ് ഉള്ളതൊക്കെ നല്ല റേറ്റാണ്. പക്ഷേ ഈ ഒരു സെക്ഷനിൽ ഇൻഡക്ഷനിലാവുകയും ചെയ്യും, എന്നാൽ കാണാനും ഭംഗിയുണ്ട്. അങ്ങനെ ഇതെടുത്തു. മറ്റേ തന്നെ തിരിച്ചു വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒരുപാട് റേറ്റ് കുറവുള്ള ഒരുപാട് സാധനങ്ങൾ കണ്ടായിരുന്നു. നേരത്തെ അറിയാം ഞാനിവിടെ ഇടയ്ക്ക് വരുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം വാങ്ങാനായിട്ട്. ചില സമയത്ത് റേറ്റ് കൂടുതൽ, ചില സമയത്ത് ഓഫറുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ ചുമ്മാ വെറുതെ അവിടെയൊക്കെ ചുമ്മാ കറങ്ങി അടിച്ച് എന്തെങ്കിലും ആവശ്യമുള്ളത് എടുക്കാനായിട്ട് ചുമ്മാ വെറുതെയൊക്കെ നോക്കി. അങ്ങനെ ഞാനും വളരെ ആവശ്യമുള്ള കുറച്ച് ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിപ്പോയി. ഇതാണ് സത്യം പറഞ്ഞ ഒരു ചായ കുടിക്കാനുള്ളൊരു കപ്പ് നോക്കിയാൽ വന്നത്. പിന്നെ ഞാൻ ഇതെടുത്തു. ഇതിൻ്റെ ചെറുത് എൻ്റെ കയ്യിലുണ്ട്, ഇവിടെ തന്നെ വാങ്ങിയത്. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ലെന്ന് എഴുതിയിട്ട് പതുക്കെ ഞാൻ നീങ്ങി. പിന്നെ വെറുതെ അവിടെ കിടക്കുന്ന താക്കോലും പൂട്ടൊക്കെ നോക്കി. റേറ്റൊക്കെ ചുമ്മാ ജസ്റ്റ് അങ്ങനെ വാങ്ങിച്ചതെല്ലാം കൂടി ആയിട്ട് താഴെ പാർക്കിങ്ങിലോട്ട് പോയി. കാരണം വന്നിട്ട് തന്നെ ഏകദേശം 2 മണിക്കൂറോളം ആയി ഞാനിവിടെ. പിന്നെ പാർക്കിംഗ് സ്ഥലത്ത് പോയി വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക്.
അങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ പൂച്ച എന്നെ കണ്ടിട്ട് അടിയിലോട്ട് കയറിപ്പോയി. അങ്ങനെ പിന്നെ വാങ്ങിയ കഥകളും എന്തൊക്കെ വാങ്ങിയെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. കാരണം വണ്ടി ഒരുപാട് നേരം ഓടിച്ചതല്ലേ. പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ കാണിക്കുവാണ്. പിന്നെ ഇത് വളരെ റേറ്റ് കുറവായതുകൊണ്ട് ഓരോന്നെടുത്ത്, അതുകൊണ്ട് എല്ലാത്തിലും അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീട്ടിൽ അത്യാവശ്യം വേണം. പിന്നെ ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിനും കൂടെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. അങ്ങനെ വാങ്ങിച്ച കഥകളും വാങ്ങിച്ച ഐറ്റങ്ങളൊക്കെ വീട്ടിൽ കാണിച്ചു. അങ്ങനെ ഓരോ കഥകളൊക്കെ. ഇതാണ് വാങ്ങിച്ച ബെഡ്ഷീറ്റ്, ഇതാണ് വാങ്ങിയ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ്. വളരെ കുറച്ചായിരുന്നു. ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് വാങ്ങാനാണ് പോയത്, പക്ഷേ അവിടെ ഈ റേറ്റ് കൂടുതലായതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. ഇതായിരുന്നു ആ ബെഡ്ഷീറ്റിൻ്റെ പടം. പിന്നെ പോയി കുളിക്കണം, ആകെ തളർന്നു. ഇനി ഡെക്കറേഷനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇനി വയ്യ. അങ്ങനെ പോയി കുളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഴിമന്തി വാങ്ങി ആഫ്റ്റർ ലോങ് ടൈം. കുറേ നാളെ കഴിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ബാക്കി അടുത്ത പാട്ടിൽ കാണാം.